മലയാളി കന്യാസ്ത്രീകൾക്ക് അനുകൂല വെളിപ്പെടുത്തലുമായി യുവതി. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചത് ബജ്റംഗ് ദൾ നേതാവാണ്. കന്യാസ്ത്രീകളുടെ കൂടെ എത്തിയ യുവതിയുടേതാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു, ബജ്റംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചുവെന്നും യുവതി വ്യക്തമാക്കി. കമലേശ്വരി പ്രധാന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. और आप क्या चाहते हैं? चाहते हैं कि सर नंद और भैया को रिहा करें, उन लोग को इंसाफ मिले सर। आप लोग क्यों जा रही थी यहाँ से? यहाँ से हम लोग काम के सिलसिले में से जा रहे थे सर। तो आपको क्या लालच दे के लेके जा रहे थे? नहीं सर, अपनी मर्जी से जा रहे थे, अपनी मम्मी पापा का परमिशन दे के जा रहे थे। तो वहाँ पे बजरंग दल के कुछ युवक थे, महिलाएं थी, आपके साथ किस प्रकार का व्यवहार किया उन लोग? हम लोग को सर मारे और बोलने लगे कि अगर हम लोग जैसे बोल रहे हैं वैसे नहीं बोलोगे तो हम लोग आपके भैया को, आपके दीदी को, मतलब आपके सिस्टर दीदी को हम लोग जेल में डाल देंगे सर। और आप क्या चाहती हैं? ഈ പ്രതികരണം കമലേശ്വരി പ്രധാന്റേതാണ്. ഈ കമലേശ്വരി പ്രധാൻ ഇവരോട് ഒപ്പമുണ്ടായിരുന്ന യുവതിയാണ്. അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അജീഷ്, ഈ കേസിന്റെ അന്വേഷണത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ് ഈ മൊഴി. ഇത് അവർ പോലീസിനോട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ് എന്ന് കരുതാം. ഈ മൊഴി ഇതേ രീതിയിലാണോ പോലീസിന് നൽകിയത്? അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? നിലവിൽ പോലീസിന് ഈ രീതിയിലാണ് ഈ പെൺകുട്ടി മൊഴി ഉണ്ടതോ എന്ന് നമുക്ക് വ്യക്തമല്ല. നിലവിൽ ഈ പെൺകുട്ടി സർക്കാർ സംരക്ഷണയിലായിരുന്നു. ഇന്നലെയാണ് മാതാപിതാക്കൾക്കൊപ്പം തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്. അവിടെ എത്തിയതിനു ശേഷം മറ്റൊരു മാധ്യമത്തിന് നൽകിയ പ്രതികരണമാണ് ഇങ്ങനെ. അതായത് ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ പെൺകുട്ടി നടത്തിയത്. ഇത് ആദ്യം മുതലേ തന്നെ ഈ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ പറയുന്നതായിരുന്നു. അതായത് പ്രധാനമായും ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരെയും പോലീസിനെയും വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടികൾ എത്തിയത്, ഈ 3 പെൺകുട്ടികളും എത്തിയത് ഈ ആഗ്രയിലേക്ക് ജോലിക്ക് പോകാനായിരുന്നു. അത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഈ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് തന്നെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ കമലേശ്വരി പ്രധാൻ എന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്ന് 2 ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് മനുഷ്യക്കടത്തും തന്നെ മതപരിവർത്തന നിയമവും. ആ 2 വകുപ്പുകൾ ചുമത്തിയത് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ പെൺകുട്ടിയെ അങ്ങനെ പറയിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ കമലേശ്വരി പ്രധാൻ പറയുന്നത്. 21 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇവർ നേരത്തെ ആരോപിച്ചിരുന്നത് ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെന്നാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ആരോപിച്ചത്. പക്ഷേ അങ്ങനെയല്ല, 21 വയസ്സ് പ്രായമുണ്ട്. മാത്രമല്ല ഈ ബജ്റംഗ് ദളിന്റെ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ട് ഈ പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഈ ബജ്റംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞത് പ്രകാരമാണ് പോലീസ് കേസെടുത്തതെന്ന് ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ആദ്യം ഘട്ടത്തിലൊന്നും രാവിലെ 8 മണിയോടെ ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നീട് ഏതാണ്ട് വൈകിട്ടാണ് പോലീസ് ഈ 2 ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത്. ആദ്യം മതപരിവർത്തനം മാത്രമായിരുന്നു ചുമത്തിയത്. പിന്നീട് ഈ മാതാപിതാക്കളുടെ സമ്മതമൊന്നും ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർത്ത് പോലീസ് ഈ മനുഷ്യക്കടത്തുന്ന വകുപ്പ് കൂടി, ഗുരുതരമായ വകുപ്പ് കൂടി BNS 143 കൂടി ചുമത്തുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നാളെ ഈ സഭയും അവരുടെ കുടുംബാംഗങ്ങളും അപേക്ഷ നൽകാൻ പോവുകയാണ്. അപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത് അജീഷ്, ഇവർ ഹൈക്കോടതിയിലേക്ക് തന്നെ പോകുകയാണ്. അതിനുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ടോ? നേരത്തെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതിന് ശേഷം പുറത്തു വന്ന UDF MPമാർ പറഞ്ഞത് വിചാരണ കോടതിയെ തന്നെ സമീപിക്കാൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അവിടെ സർക്കാർ എതിർക്കില്ല ജാമ്യാപേക്ഷ എന്നൊക്കെയാണ് പുറത്തു വന്ന് മാധ്യമങ്ങളോട് MPമാർ പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നുള്ള നിയമോപദേശം അങ്ങനെയല്ല എന്ന് തോന്നുന്നു, അല്ലേ? അവിടെ നിന്നുള്ള നിയമോപദേശം അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ഇവർ ഈ ബിലാസ്പൂരിൽ ചെന്ന് അവിടുത്തെ ഒരു അഭിഭാഷകനെ കണ്ടുമുട്ടി സംസാരിച്ചിരുന്നു. അതിൽ പറയുന്നത് അവിടുത്തെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂടിയായിരുന്ന, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായിരുന്ന അമൃതവും ആണ് ഇവരുടെ അഭിഭാഷകൻ. അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് പറയുന്നത് സെഷൻസ് കോടതിയിൽ പോകേണ്ട കാര്യമില്ല, ഒരുപക്ഷെ ആ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമോ എന്നുള്ളത് ഉറപ്പില്ല, അതുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ പോകാം എന്നുള്ളൊരു നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകാൻ തീരുമാനിച്ചത്. നാളെ
ഹൈക്കോടതിയിൽ ഹർജി നൽകും. അതിനുശേഷം ഇത് നാളെ ചിലപ്പോൾ ഹൈക്കോടതി ഈ ഹർജി ലിസ്റ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. എന്നാൽ പോലും പെട്ടെന്ന് ഈ ജാമ്യ ഹർജി പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് ഇവർക്ക് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു. ഒരു പക്ഷേ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. അമിത്ഷാ പറഞ്ഞതിനോട് വലിയ പ്രതീക്ഷയാണ് നിലവിൽ ഇവർക്കെല്ലാം ഉള്ളത്. കാരണം പ്രോസിക്യൂഷൻ ഈ കേസിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടികളെ വെളിപ്പെടുത്തലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് പ്രോസിക്യൂഷൻ കേസ് കെട്ടിച്ചമച്ചതാണെന്ന്. ഇനി ഈ സർക്കാരിന്റെ ഈ പോലീസിന്റെ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ പ്രോസിക്യൂഷൻ സ്വീകരിക്കുമോ അതോ കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദം കാരണം ഈ പ്രോസിക്യൂഷന്റെ നിലപാട് മയപ്പെടുത്തുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത്. യെസ്, അജീഷ് ജയകുമാറാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കമലേശ്വരി പ്രധാന്റെ ഈ നിർണായക വെളിപ്പെടുത്തൽ ഈ കേസിന്റെ അതിന്റെ തുടരന്വേഷണത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കമലേശ്വരി ഇങ്ങനെ തന്നെയാണോ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം അതിനുശേഷം അവർ സർക്കാർ സംരക്ഷണയിലായിരുന്നു. ഇന്നലെയാണ് വീട്ടുകാരോടൊപ്പം പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.